പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യം. പരിശുദ്ധ അമ്മ കർത്താവായ ദൈവത്തെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മാത്രം ആരാധിക്കുകയും അവിടുത്തെ മാത്രം ധ്യാനിക്കുകയും ചെയ്തതിനാൽ അവൾ ഒരിക്കലും ലജ്ജിതയായില്ല. മറിച്ച് മറ്റെല്ലാ സൃഷ്ടികളെക്കാൾ ഉന്നതമായ ഒരു സ്ഥാനവും ഒരു മധ്യസ്ഥ ശക്തിയും കൃപയും അവിടുന്ന് അമ്മയ്ക്ക് നൽകി. ദൈവത്തെ ആരാധിക്കുവാൻ, ധ്യാനിക്കുവാൻ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.